വിചിത്രമായ സംഭവമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്കൊരു കൗതുകമുണ്ട്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അത് ഹഷ്മിക്കൊക്കെ അറിയാം, അന്നാഭവൻ, നമ്മുടെ MG റോഡിലുള്ള അന്നാഭവൻ. ഇവിടെ നിന്ന് നടന്നു പോയാൽ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു 300 മീറ്റർ മാത്രമാണ് ദൂരം. നമ്മൾ ഈ ലൈവ് ഒക്കെ കഴിഞ്ഞ് സാധാരണ സ്ഥിരമായി നമ്മുടെ 24-ലെ മിക്ക ആളുകളും ചായ കുടിക്കാൻ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നമുക്ക് ഈ ചായയുടെയും കടിയുടെയും നമ്മൾ സ്ഥിരമായി നമുക്ക് ചായ തരുന്ന മാമനാണിത്. ഇവിടെ ചായക്ക് എത്ര മാമ? 12 രൂപ. 12. കടിക്കോ? കടിക്കും 12 കടിക്കും 12 ഉള്ളൂ. ഇതാണ് ഈ സാധാരണ 300 മീറ്റർ അപ്പുറത്തേക്ക്. ഇവിടെ എല്ലാ കടിയും ഉണ്ട്, നെയ്യപ്പവും ഉഴുന്നുവടയും അങ്ങനത്തെ പലതരത്തിലുള്ള കടികളൊക്കെ ഉണ്ട്. ഇവിടെ ഈ പറയുന്ന 300 മീറ്റർ ഇപ്പുറത്തേക്ക് കേവലം 12 രൂപയാണ് ഇത് ചായക്ക്, 12 രൂപയാണ് ഒരു കടിക്ക്. അവിടെയാണ് തൊട്ടപ്പുറത്തുള്ള സെക്രട്ടേറിയറ്റ് കോഫി ഹൌസിനകത്ത് നമ്മുടെ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ഏതാണ്ട് 6 ലക്ഷത്തിലധികം രൂപയ്ക്ക് ചായ കുടിച്ചത്. അത് 3 മാസം എന്നുള്ളതാണ് കൃത്യമായ കണക്ക്. അതായത് ഫെബ്രുവരി 2-ന് സംസ്ഥാന സർക്കാരിന്റെ പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവ് നമ്മുടെ പക്കലുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് ഈ 3 മാസം ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ചായയും കടിയും കഴിച്ച വകയിൽ ചെലവായത് 6,54,434 രൂപയാണ്. അതായത് കണക്ക് പറയുന്നു 2025 ഒക്ടോബറിൽ 2,63,085, 2025 നവംബറിൽ 1,97,286, 2025 ഡിസംബറിൽ 2,17,063. ഇതാണ് ആ കണക്ക്. അങ്ങനെ മൊത്തം 6,05,434 രൂപയാണ് ചിലവായത്. ഈ തുക അതർ ഐറ്റംസ് എന്ന ശീർഷകത്തിൽ പിൻവലിച്ച് ഇന്ത്യൻ കോഫി ഹൌസിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൌണ്ടിലേക്ക് കൈമാറണമെന്നാണ് സംസ്ഥാന സർക്കാർ ഈ ഫെബ്രുവരി 2-ന് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. അവിടെയാണ് ഒരു വിചിത്രമായ കാര്യം നമുക്ക് തോന്നി. ഇത്രയധികം ഹൈറ്റി കഴിക്കാൻ എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ചോദ്യമായി വരാം. നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് 12 രൂപയുടെ ചായയും 12 രൂപയുടെ കടിയുമാണ്. തൊട്ടപ്പുറത്തേക്ക് വലിയ ദൂരമൊന്നുമില്ല, തൊട്ടപ്പുറത്തേക്കാണ് ഇത്ര വലിയ. ഷഫീദ്, അപ്പൊ ഇത് ഇവര് ആർക്കെങ്കിലും ചായ സർക്കാർ കൊടുത്തതല്ല, ഇവര് തന്നെ പോയി ചായ കുടിച്ച കാര്യമാണോ? ചീഫ് സെക്രട്ടറി അവരുടെ ബാക്കി ഉദ്യോഗസ്ഥർ എല്ലാവരും പോയി ചായ കുടിച്ചതിന്റെ ക്യാൻറ്റീനിൽ അടച്ച തുകയാണോ 6 ലക്ഷം രൂപ? നിലവിലിപ്പോൾ നമ്മൾ ആ ഉത്തരവ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അത് തന്നെയാണ്. 2 കാര്യങ്ങളാണ് ആ ഉത്തരവിൽ പറയുന്നത്. അതിൽ തന്നെ ആദ്യം പറയുന്നുണ്ട് പൊതുഭരണ വകുപ്പ് ചീഫ് സെക്രട്ടറിയുടെയും മറ്റു സെക്രട്ടറിമാരുടെയും ഓഫീസിലെ 2025 ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ മാസങ്ങളിലെ ലൈറ്റ് റിഫ്രഷ്മെന്റ് ചാർജ് ഇനത്തിൽ ചെലവായ തുക അനുവദിച്ചാൽ ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ ഈ ബോർഡ് യോഗങ്ങളൊക്കെ ചേരുമ്പോൾ അത് മറ്റൊരു രീതിയിലാണ് പോകുന്നത്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇത് ഹൈറ്റി തന്നെയാണ്. അല്ലെങ്കിൽ ടീ ആൻഡ് സ്നാക്സ് ലൈറ്റ് റിഫ്രഷ്മെന്റ് എന്ന ഇനത്തിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ തുക ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഇത്രയധികം തുകയ്ക്കൊക്കെ ചായ കുടിക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും സംശയമായി ഉയരാം. പക്ഷെ അപ്പോഴും സാധാരണക്കാരൻ ചായ കുടിക്കുന്ന കാശ് ഇത്രയുമാണ് എന്ന് പറയാൻ മാത്രമാണ് നമ്മൾ ഈ ചായക്കടയുടെ മുൻപിലേക്ക് എത്തിയത്.